Hey guys, welcome back to my YouTube channel, The Pharmacy by Roshni. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സിന് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവർ അറിഞ്ഞിരിക്കേണ്ട കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഈ വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുമാത്രമല്ല, നിലവിൽ കേരളത്തിൽ ഡിപ്ലോമ ഇൻ ഫാർമസി പഠിക്കാനായിട്ട് എത്ര രൂപ ചെലവ് വരും, എത്രത്തോളം കോളേജസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ എന്തൊക്കെയാണ് ഇതിന്റെ ഹയർ സ്റ്റഡീസ് ആയിട്ട് നമുക്ക് നോക്കാനായിട്ട് പറ്റുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ. മുൻപ് ഇപ്പൊ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സിനെ കുറിച്ച് പറയാം. ഇതൊരു 2 വർഷത്തെ ഡിപ്ലോമ പ്രോഗ്രാം ആണ്. 2 വർഷത്തെ ഡിപ്ലോമ പ്രോഗ്രാമിനൊപ്പം 3 മാസത്തെ ട്രെയിനിങ് കൂടിയിട്ടാണ് ഇതിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്തിരിക്കേണ്ടത്. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഗുണമുള്ള ഒരു ഡിപ്ലോമ പ്രോഗ്രാം ആണ് ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്ലോമ പ്രോഗ്രാം എന്ന് പറയുന്നത്. കാരണം ഇപ്രാവശ്യത്തെ ഡിപ്ലോമയുടെ സിലബസ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു അപ്ഗ്രേഡ് ആയിട്ടുള്ള സിലബസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ 2021 മുതൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ എഡ്യൂക്കേഷൻ റെഗുലേഷൻസിൽ കാര്യമായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫാർമസി കമ്മ്യൂണിറ്റി ഫാർമസി അല്ലെങ്കിൽ റീറ്റെയിൽ ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഹോസ്പിറ്റലിലെ ഫാർമസിയുടെ വർക്കിംഗ് ആയിക്കോട്ടെ, അങ്ങനെ ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മേഖല, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, എല്ലാ മേഖലയും കൺട്രോൾ ചെയ്യുന്ന, വെൽഫെയറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ. ഡിപ്ലോമ പ്രോഗ്രാമിന്റെ ഓവറോൾ ഒരു മുഖച്ഛായ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഡിപ്ലോമ എടുക്കുന്ന, അതായത് 2021 ശേഷം ഡിപ്ലോമ എടുക്കുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ ഡിപ്ലോമയുടെ ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും. ഒക്കെ നിങ്ങളുടെ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാനും പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് ഈ നിയമങ്ങളൊക്കെ വന്നിട്ടുള്ളത്. സോ എങ്ങനെയാണ് ഡിപ്ലോമ ഇൻ ഫാർമസിക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 അല്ലെങ്കിൽ 2023-24 ബാച്ചുകളിൽ നിങ്ങൾ 12th കഴിഞ്ഞിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 LBS എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങളുടെ ഡിപ്ലോമ പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറിറ്റ് ബേസിൽ കേരളത്തിലുള്ള മെഡിക്കൽ കോളേജസിലേക്കും ഒപ്പം പ്രൈവറ്റ് കോളേജസിലേക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഗവൺമെന്റിൽ അല്ലെങ്കിൽ മെറിറ്റ് ബേസിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ LBS സെന്റർ എന്ന് പറയുന്ന ഈ പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യുക. എല്ലാ വർഷവും അതിന്റെ അഡ്മിഷൻ പ്രോസസ്സുകൾ 12th എക്സാമിന്റെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അലോട്ട്മെന്റ്, ഇപ്പോൾ 10th കഴിഞ്ഞ് കിട്ടിയതുപോലെ 12th എക്സാമിന്റെ മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുന്നതാണ്. എക്സ്ട്രാ ആയിട്ട് യാതൊരു ടെസ്റ്റും എഴുതേണ്ട കാര്യമില്ല. ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കുക, നിങ്ങളുടെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, അതും ഓൺലൈനായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിന്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ അലോട്ട്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളും തുടർന്നുള്ള കാര്യങ്ങളും ഒക്കെ സൈറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിലൊക്കെ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നോക്കാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാര്യങ്ങളൊക്കെ എത്രയും അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരു സെപ്റ്റംബർ, ഒക്ടോബർ ആ ഒരു കാലഘട്ടത്തിലായിരിക്കും ഇതിന്റെ ആപ്ലിക്കേഷൻ, ആ ഒരു മാസങ്ങളിലായിരിക്കും ഉണ്ടാവാനായിട്ട് പോകുന്നത്. അത് മാത്രമല്ല, ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് കോളേജസിലായിക്കോട്ടെ, പ്രൈവറ്റ് കോളേജസിലായിക്കോട്ടെ, മെറിറ്റ് ക്വാട്ടയിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. ഈ മെറിറ്റ് ക്വാട്ട എന്ന് പറയുമ്പോൾ മെറിറ്റ് വൈസ് ആയിട്ടുള്ള അഡ്മിഷൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് മെറിറ്റിലായിക്കോട്ടെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബേസിലായിക്കോട്ടെ ഏത് റിസർവേഷനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കയറി പറ്റാനായിട്ട് പറ്റുന്നതാണ്. കാരണം ഇതിൽ ഒരുപാട് സംവരണ സീറ്റുകളുണ്ട്. എല്ലാ കാറ്റഗറീസിനും ഒരുപാട് രീതിയിലുള്ള റിസർവ്. 50% എന്ന് പറയുന്നത് സ്റ്റേറ്റ് മെറിറ്റ് ആണ്. ബാക്കി വരുന്ന 50% ഓരോ കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, ഇഴവ, OBC, അങ്ങനെ ഓരോ കമ്മ്യൂണിറ്റികൾക്ക് റിസർവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കമ്മ്യൂണിറ്റി ബേസിലുള്ള സീറ്റുകൾ കിട്ടാനുള്ള ചാൻസ് LBS സെന്ററിലൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ മാർക്ക് നല്ല രീതിയിൽ കുറവാണെങ്കിൽ പോലും കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മെറിറ്റ് സീറ്റിലോട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് കഴിയുന്നത്. ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് മെറിറ്റ് ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല, അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ വേറെ എന്തിനു പോവും, അല്ലെങ്കിൽ അവസാനം വരെ നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെ ടെൻഷൻ അടിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് LBS സെന്ററിന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ആ കോളേജസിന്റെ ലിസ്റ്റ് കിട്ടും. അതിൽ ഓരോ ജില്ലകളിൽ നിങ്ങൾക്ക് ഏത് ജില്ലയാണ് പോകാനായിട്ട് താല്പര്യമുള്ളത് എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഏതൊക്കെ ജില്ലയിലെ കോളേജസ് ഉണ്ട് എന്ന് അന്വേഷിച്ചിട്ട് അത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് അതിൽ നിന്ന് തന്നെ കിട്ടും, കോളേജ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഡിപ്ലോമ ഇൻ ഫാർമസിയുടെ കോളേജസ് നോക്കുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പോകാൻ അടുത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ മലപ്പുറത്ത് താമസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് ഏത് കോളേജസ് ഒക്കെയാണ് ഉള്ളത്, അല്ലെങ്കിൽ പാലക്കാട്, തൃശ്ശൂർ, അങ്ങനെ അടുത്തടുത്തുള്ള ജില്ലകളിൽ ഏതൊക്കെ കോളേജസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കുക. ലൈക്ക് ഡിസ്റ്റൻസ് നോക്കാം, അതുപോലെ തന്നെ അവിടെ കൊടുക്കേണ്ട ഫീസിന്റെ എമൗണ്ട് നോക്കാം. പല കോളേജസിലും
ഡൊണേഷനും കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ടാവും. അപ്പോൾ ഡൊണേഷൻ ഇല്ലാത്ത അങ്ങനെയൊക്കെ ഏതാണ് കോളേജസ് എന്നുള്ളത് നിങ്ങൾ ആ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവില്ല. ലൈക്ക് നിങ്ങളുടെ പ്രിഫറൻസ് ഉള്ള കോളേജസ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക ആൻഡ് ഫോൺ നമ്പറിൽ ഫോൺ ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പോവുക. ഇപ്പോൾ തന്നെ ഓരോരുത്തർ അഡ്മിഷൻ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബിഫാം ആയിക്കോട്ടെ ഡിഫാം ആയിക്കോട്ടെ കോഴ്സിനൊക്കെ. നിങ്ങൾ ഇനിയും വീട്ടിൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അഡ്മിഷൻസ് ഒക്കെ ക്ലോസ് ചെയ്യും. പിന്നെ അവസാനം നിങ്ങൾക്ക് LBSലൂടെ മാത്രമേ കയറാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥ വരും. കാരണം അവർ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഒരു കോളേജിൽ ഡിഫാമിന് 60 സീറ്റാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ 30 സീറ്റ് പ്രൈവറ്റ് ആയിട്ട് കയറുന്ന ആളുകൾക്കും 30 സീറ്റ് LBS വഴി കയറുന്നവർക്കും ആയിരിക്കും. ലൈക്ക് ഇത് പ്രൈവറ്റ് കോളേജസിന്റെ കേസിൽ മാത്രമാണ്. ഗവൺമെന്റ് കോളേജസിലാണെങ്കിൽ 60 സീറ്റ് ഉണ്ടെങ്കിൽ 60 സീറ്റിലും LBS വഴി മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ പ്രൈവറ്റ് കോളേജസിൽ ഈ 30 സീറ്റ് മാനേജ്മെന്റിന്റെ സീറ്റ് ഫില്ലായി കഴിഞ്ഞാൽ ഒരാളെ പോലും നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. നിങ്ങൾ എത്ര പോയിട്ട് അയ്യോ കൂടുതൽ വേണമെങ്കിൽ ഫീസ് തരാമെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് എടുക്കാനായിട്ട് പറ്റില്ല. അതിന് കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 30 സീറ്റിൽ ഏതെങ്കിലും ഒരു കുട്ടി വേറെ കോഴ്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആ സീറ്റിലേക്ക് കയറ്റായിരിക്കും. പക്ഷേ അഡ്മിഷൻ എടുത്ത ആരും അങ്ങനെ പെട്ടെന്ന് മാനേജ്മെന്റ് സീറ്റിൽ വേറൊരു കോഴ്സിന് വേണ്ടിയിട്ട് പോകാറില്ല. അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിന് പോകുമെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ ഇൻ ഫാർമസി എന്ന് പറയുന്ന കോഴ്സിന്റെ മാനേജ്മെന്റ് സീറ്റിൽ ടോക്കൺ ഫീ കൊടുത്തിട്ട് വന്ന് ചേരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരിക്കലും ആരും വേറൊരു കോഴ്സിലേക്ക് പോയി നിങ്ങൾക്ക് സീറ്റ് കിട്ടുമെന്ന് പറയാനായിട്ട് നമുക്ക് ഒരിക്കലും പറ്റില്ല. അതൊക്കെ അത്രയും ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ അവസാനം നിങ്ങൾക്ക് കിട്ടുള്ളൂ. അങ്ങനെ നിങ്ങൾ LBSന് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ആവും തോറും നിങ്ങൾക്ക് സീറ്റ് കിട്ടാതെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇല്ല ഇതും ഇല്ലാത്തൊരവസ്ഥയാവും. ആൻഡ് നിങ്ങൾ പലരും ആലോചിക്കുന്നുണ്ടാവും മാനേജ്മെന്റിൽ ഡയറക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഫീസ് കൂടുതൽ കൊടുക്കേണ്ടി വരും. LBS വഴി മെറിറ്റിൽ കയറുമ്പോൾ നമുക്ക് സീറ്റ് ആണെന്നുണ്ടെങ്കിലും ഫീസ് കുറച്ച് കൊടുത്താൽ മതിയാവും എന്നൊക്കെ. പക്ഷെ അതിലൊന്നും കാര്യമില്ല കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് പോയി ചേർന്നാലും LBS വഴി ചേർന്നാലും പ്രൈവറ്റ് കോളേജസിൽ നിങ്ങൾ കൊടുക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു മെറിറ്റ് സീറ്റിലാണ് നിങ്ങൾ കയറിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള സ്കോളർഷിപ്സിനും കാര്യങ്ങൾക്കൊക്കെ മെറിറ്റ് ബേസിൽ നിങ്ങൾ ഒരു കോളേജിൽ കയറണം എന്നുള്ള ഒരു നിയമമുണ്ട്. മറ്റ് ആനുകൂല്യങ്ങൾക്ക് മാത്രമേ നിങ്ങൾക്ക് ആ ഒരു മെറിറ്റ് കാറ്റഗറി നിങ്ങൾക്ക് ഉപകാരപ്പെടുള്ളൂ. അതല്ലാതെ നോക്കുകയാണെങ്കിൽ ഫീസിലൊന്നും യാതൊരുവിധ റിഡക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. വേണമെങ്കിൽ ചില കോളേജസിൽ ഡൊണേഷൻ വാങ്ങിക്കുന്ന ആ ഡൊണേഷൻ എമൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മെറിറ്റ് സീറ്റിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ അടയ്ക്കേണ്ടി വരില്ല എന്നുള്ള ഒരു ചെറിയൊരു വിട്ടുവീഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് അതും വലിയ രീതിയിലുള്ള വിട്ടുവീഴ്ചയൊന്നും ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ഫോർ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മാനേജ്മെന്റിൽ സീറ്റിലേക്ക് കയറുക ആൻഡ് ടോക്കൺ ഫീസ് ഒക്കെ അടച്ചിട്ട് അതിനുശേഷം നിങ്ങൾ LBSനും കൂടെ അപ്ലൈ ചെയ്തോളൂ. മുൻകൂട്ടി ചിലപ്പോൾ ഇപ്പം തന്നെ ഓരോരുത്തർ പോയിട്ട് മാനേജ്മെന്റ് സീറ്റൊക്കെ പിടിച്ച് വേഗം നിങ്ങൾ ഈ ഒരു മെയ് പകുതി ആകുമ്പോഴേക്കും ചിലപ്പോൾ എല്ലാ സീറ്റ്സും ക്ലോസ് ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒന്നും നിൽക്കരുത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കോളേജസിൽ കോൺടാക്ട് ചെയ്തിട്ട് ഫീസിന്റെ കാര്യം കോഴ്സിന്റെ കാര്യം അതുപോലെ അവിടുത്തെ നിങ്ങളുടെ ലൈബ്രറി ക്ലാസ്സസ് ആ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഹോസ്റ്റൽ ഫെസിലിറ്റി നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഏത് കോളേജാണ് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നതെന്നുണ്ടെങ്കിൽ ആ കോളേജിന്റെ മാനേജ്മെന്റ് സീറ്റിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുത്ത് വെക്കുക. LBSന്റെ അഡ്മിഷൻ പ്രോസസ് ഒക്കെ നടക്കുമ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് LBSലൂടെ ഗവൺമെന്റ് മെറിറ്റിലേക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഗവൺമെന്റ് കോളേജസിലേക്ക് പോവാം. ആൻഡ് അങ്ങനെ പോകുമ്പോൾ നിങ്ങളുടെ ഇവിടുത്തെ പൈസ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അടച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടില്ല. അതേസമയം നിങ്ങൾക്ക് പ്രൈവറ്റിൽ തന്നെ മെറിറ്റ് സീറ്റിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതേ നിങ്ങളുടെ പേര് ലൈക്ക് മാനേജ്മെന്റിൽ നിങ്ങളുടെ കയറിയ പേരിനെ മാറ്റിയിട്ട് മെറിറ്റിലേക്ക് ആക്കുകയാണ്. അതുപോലെ തന്നെ ഡൊണേഷനും കാര്യങ്ങളും ഒന്നും വാങ്ങിക്കാതെ നിങ്ങൾക്ക് അഡ്മിഷൻ പ്രോസസ്സ് നടക്കാനും ചെയ്യും. പക്ഷേ ഇതേ കാര്യം നിങ്ങൾക്ക് ഒരു മാനേജ്മെന്റ് സീറ്റിൽ കയറിയ ആൾക്ക് മറ്റൊരു ഗവൺമെന്റ് കോളേജസിൽ കിട്ടിക്കഴിഞ്ഞാൽ ആപ്ലിക്കബിൾ അല്ല. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ അടച്ച ടോക്കൺ ഫീ നിങ്ങൾക്ക് നഷ്ടമാവും. സോ ആ കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ മാർക്കുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗവൺമെന്റ് കോളേജസ് കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ LBSന് തന്നെ വെയിറ്റ് ചെയ്തിരുന്നോളൂ. അതല്ല ഒരു 86 അല്ലെങ്കിൽ 90ക്ക് ഉള്ളിലാണ് നിങ്ങളുടെ പെർസെൻറ്റേജ് കിട്ടുകയാണെങ്കിൽ അത് ഭാഗ്യം എന്ന് തന്നെയാണ് നിങ്ങൾ വിചാരിക്കേണ്ടത്. കാരണം അത്രയ്ക്കും കോമ്പറ്റീഷൻ ആണ്. സോ നിങ്ങൾ ധൈര്യമായിട്ട് മാനേജ്മെന്റ് സീറ്റിൽ തന്നെ പോയിട്ട് എടുത്ത് നിങ്ങളുടെ സീറ്റൊക്കെ ഗ്യാരണ്ടീഡ് ആയിട്ട് എടുത്തു വയ്ക്കുക. ആൻഡ് ഇതിൻ്റെ നമ്മളിനി അടുത്ത കാര്യം നോക്കുകയാണെങ്കിൽ ഫീസ് സ്ട്രക്ചർ. മാനേജ്മെന്റ് ആയിക്കോട്ടെ ഗവൺമെന്റ് കോളേജിലായിക്കോട്ടെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഗവൺമെന്റിൽ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ചുരുക്കം ഫീസേ വരുള്ളൂ. 10,000 രൂപയ്ക്കുള്ളിലൊക്കെയാണ് നിങ്ങൾക്ക് ഫീസായിട്ട് വരുന്നത്. എന്നാൽ നിങ്ങൾ ഒരു പ്രൈവറ്റ് കോളേജസിലാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് കോളേജസിൽ പെർ ഇയർ ഒരു 50,000 റുപ്പീസാണ് നിങ്ങൾക്ക് ട്യൂഷൻ ഫീ മാത്രമായിട്ട് അടയ്ക്കേണ്ടി വരുന്നത്. സോ ഇതല്ലാതെ നിങ്ങളുടെ യൂണിഫോം ആയിക്കോട്ടെ റെക്കോർഡ് ആയിക്കോട്ടെ മറ്റു കാര്യങ്ങളായിക്കോട്ടെ ഇതൊക്കെ നിങ്ങൾ എക്സ്ട്രാ എക്സ്പെൻസസിലാണ് ഇൻക്ലൂഡ് ആവുന്നത്. ഇതല്ലാതെ നിങ്ങൾ ഹോസ്റ്റലിൽ ഇരിക്കുകയാണെങ്കിൽ ഹോസ്റ്റൽ പ്ലസ് മെസ് ഫീ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആൻഡ് കോളേജ് ബസ് ഫീ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. സോ ഇത് തന്നെ നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് ഇയറിലും ഉണ്ടാവും. അപ്പോൾ ഇതേ ഒരു 50,000 തന്നെയാണ് ട്യൂഷൻ ഫീ ആയിട്ട് സെക്കൻഡ് ഇയറിലും നിങ്ങൾക്ക് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് കോമൺ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഈ പറഞ്ഞ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ കോളേജസിലും സെയിം ആണ്. ലൈക്ക് പ്രൈവറ്റ് കോളേജസിലും സെയിം ആണ്. പക്ഷെ ചില കോളേജസിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു ഡൊണേഷൻ പരിപാടി വരുന്നത് കൊണ്ട് തന്നെ
ചിലപ്പോൾ കൂടാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതല്ലാതെ ഇതിനേക്കാളും കുറഞ്ഞിട്ട് നിങ്ങൾക്ക് കേരളത്തിൽ ഒരു പ്രൈവറ്റ് കോളേജസിൽ ഡിപ്ലോമ ഇൻ ഫാർമസി പഠിക്കാനായിട്ട് സാധിക്കില്ല. മറ്റ് പാരാമെഡിക്കൽ കോഴ്സസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കോഴ്സസും 80,000 90,000 റുപ്പീസ് ഒക്കെയാണ് ഒരു വർഷം വരുന്നത് 2 ഇയർ ഡിപ്ലോമ പ്രോഗ്രാംസിന്. ലൈക്ക് പാരാമെഡിക്കൽ മറ്റ് കോഴ്സസ് നോക്കുകയാണെങ്കിൽ അതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡിപ്ലോമ ഇൻ ഫാർമസിക്ക് വളരെ കുറച്ച് ഫീസ് മാത്രമേ വരുന്നുള്ളൂ. എങ്കിൽ പോലും മറ്റ് പാരാമെഡിക്കൽ കോഴ്സസിനേക്കാളും നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ട് അല്ലാതെ കുറച്ചും കൂടെ കമ്മ്യൂണിറ്റി ഫാർമസി തുടങ്ങി നിങ്ങൾക്ക് ബിസിനസ് പരമായിട്ട് പോകാനുള്ള കുറേ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ ഫാർമസി തരുന്നതാണ്. അപ്പോൾ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ട് നിൽക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്കും നല്ല രീതിയിൽ അതല്ലാതെ ഉള്ള ഒരു ഫ്യൂച്ചറും കൂടെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഡിപ്ലോമ ഇൻ ഫാർമസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇതല്ലാതെ നിങ്ങൾ കേരളത്തിന് പുറത്ത് നിങ്ങളൊരു യൂണിവേഴ്സിറ്റിയിൽ ഡിപ്ലോമ ഇൻ പഠിക്കണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കോളേജിലാണ് പഠിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ വിളിച്ച് നിങ്ങൾ അന്വേഷിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തമിഴ്നാടൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ആൻഡ് മെഡ്രാസ് മെഡിക്കൽ കോളേജൊക്കെ ഉണ്ട്, ചെന്നൈയിലൊക്കെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് ഡിപ്ലോമ പ്രോഗ്രാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഓരോ കോളേജസിൽ നിങ്ങൾ ചേരാനായിട്ട് താല്പര്യപ്പെടുന്ന കോളേജസിൽ വിളിച്ച് അന്വേഷിക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് അന്വേഷിക്കുക. ആൻഡ് പ്രത്യേകിച്ച് അവിടെ ഒരു റിട്ടേൺ ടെസ്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കൂടുതലായിട്ടും നിങ്ങളുടെ 12th ബേസ് ചെയ്തിട്ടുള്ള ഒരു മാർക്കും കാര്യങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ആൻഡ് ഡയറക്റ്റ് ആയിട്ട് പോയി അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളെന്ന് മനസ്സിലാകുള്ളൂ. ആൻഡ് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും വലിയ രീതിയിലുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും ഒന്നും അതിൽ വരില്ല. ആൻഡ് കൂടുതലും ബി ഫാമിന് ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെ ബി ഫാം കാര്യങ്ങളൊക്കെ ആയിരിക്കും വെബ്സൈറ്റിൽ കൂടുതലായിട്ട് വരുന്നത്. ഡിപ്ലോമ ഇൻ ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വെബ്സൈറ്റിൽ കൂടുതലായിട്ടും ലൈക്ക് ഒരു യൂണിവേഴ്സിറ്റീസിലും ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഗൂഗിളിൽ നിന്ന് നമ്പർ സംഘടിപ്പിച്ചിട്ട് അവിടെ വിളിച്ച് അന്വേഷിക്കുക, അല്ലെങ്കിൽ നേരിട്ട് പോവുക. എന്താണ് നിങ്ങളുടെ സൗകര്യം അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ട് ഒരു കാര്യം അറിയാത്തത് കൊണ്ട് നിങ്ങളുടെ ഒരു അവസരം നഷ്ടപ്പെട്ടു പോകരുത്. അപ്പോൾ LBS മാത്രമല്ല അതല്ലാതെയുള്ള വഴികളിലും കൂടി സഞ്ചരിച്ചാൽ മാത്രമേ ഏതെങ്കിലും ഒരു വാതിൽ നിങ്ങൾക്ക് തുറന്നു കിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ LBS മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാനം എത്തുന്തോറും നിങ്ങളുടെ ബ്ലഡ് പ്രഷറൊക്കെ നല്ല രീതിയിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം മറ്റൊരു ഓപ്ഷൻസും ഇല്ലാതെ വരികയാണെങ്കിൽ ഇതും ഒരുപാട് ഡിലേ ആവും. ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസംബർ വരെയും ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഓരോ ഘട്ടം കഴിയുമ്പോഴും നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുമോ എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനു മുൻപ് തന്നെ നിങ്ങൾക്കൊരു സീറ്റ് സേഫ്റ്റി ആക്കിയിട്ട് അലോട്ട് ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഡീറ്റെയിൽസൊക്കെ ആയിട്ട് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും ബൈ.